നിനക്ക് മുറിക്കാനുള്ള കേക്ക് നിന്റെ അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചുടുകാട്ടിൽ. നീ ഒരു സ്ത്രീയാണോടി? ഒരു കൊച്ചു കുഞ്ഞിനെ മൃഗത്തെ പോലെ ഇങ്ങനെ തല്ലാൻ? ഒരു കൊച്ചു കുഞ്ഞ് പെറ്റി വെച്ചാ പോരാ, മര്യാദയ്ക്ക് വളർത്താൻ പഠിക്കണം. അവൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു വെച്ച കേക്ക് അവൻ വന്ന് മുറിച്ചു. അത്രയല്ലേ ഉള്ളൂ? ഇന്ന് അവന്റെയും പിറന്നാളാ. കേക്ക് കണ്ടപ്പോ അവന് വാങ്ങിച്ചു വെച്ചതാണെന്ന് വിചാരിച്ച് മുറിച്ചു കാണും. അതിന് അവന്റെ തന്ത വാങ്ങിച്ചു വെച്ച കേക്ക് പോയി മുറിക്കണം. ഗോപാല, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അച്ഛനില്ലാത്തൊരു കുഞ്ഞിന്റെ പിറന്നാളാണ്. ആ സ്ഥാനത്ത് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാ അവനുള്ളത്? കൊള്ളാമല്ല പമ്പർമാരെ. ആദ്യം കൊച്ചിന് അച്ഛൻ, പിന്നെ അമ്മയ്ക്ക് നായര്. ആ പറഞ്ഞത് നിന്റെ സംസ്കാരം. എന്താ പറഞ്ഞടി? അയ്യോ, നിങ്ങളെല്ലാം വരൂ, നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. ഷോ, ഈ നശിച്ച വീട്ടിൽ നല്ലതൊന്നും നടക്കത്തില്ല. നിങ്ങളെ അവിടെ പുറത്തോ. ഗോപാല, ഇതിനാണോ നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അവൾ വന്നതിലാണോ തെറ്റ്? നിങ്ങൾ ചെയ്തത് ശരിയായോ? ഈ വീട്ടിൽ ഇന്ന് നിങ്ങൾക്കുള്ള അത്ര അവകാശം നമുക്കുണ്ട്. മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് ഒത്തുപോകാം. അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി മോനെ, അമ്മയ്ക്ക് തെറ്റുപറ്റി. ശങ്കരൻ നായരെ, നാളെ ആ വക്കീൽ സാറിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. പറയാം. നാളെ വക്കീൽ വന്നോ ആധാരം തിരിച്ചെഴുതും. പിന്നെ നമ്മൾ പഴയ പണിക്ക് പോയേച്ചാ മതി. ഈ ഗോപാലിന്റെ കൈക്ക് വന്ന സാധനങ്ങളൊന്നും തിരിച്ചുപോയ ചരിത്രമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഈ തറവാടിന്റെ പേര് പറയാൻ ഗോപാലൻ മാത്രമേ ജീവിച്ചിരിക്കൂ. അത്രയ്ക്ക് വേണോ? സംഗതി പുറത്തായാൽ നമ്മളകത്താ. അല്ല, സംഗതി നടന്നില്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്നും പുറത്താ. നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ? അതിന് ആ തള്ളയും മകനും നാളത്തെ സൂര്യോദയം കാണില്ല. ചായ എടുക്കടാ, വാ പൊള്ളുന്ന ചായ. ഇപ്പൊ തരാം. ഇതാണോ വാ പൊള്ളുന്ന ചായ? ചൂടുണ്ട് ചേട്ടാ. ചൂടുണ്ടല്ലേ? എന്നാ നോക്കാം. അയ്യോ 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 അമ്മേ, അയ്യോ 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 എന്നെ പഠിക്കാനല്ലേ? ഇപ്പൊ കാണിക്കാം. അമ്മേ, അമ്മേ. വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ, അവിടെ വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. നോട്ടാ, ഇടാ കൊള്ളാമല്ലേ?
നിനക്ക് ഇങ്ങനെ വേണം പഠിപ്പിക്കാൻ. നിനക്കെന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. പണം പോരാൻ തോന്നിയാൽ ഇനിയും തരാം. എന്തു പറയുന്നു? ഇല്ല അങ്ങുന്നേ, എന്നെ നിർബന്ധിക്കരുത്. ഞാനത് ചെയ്യില്ല. തീർത്തു പറയുകയാണോ? അങ്ങുന്നേ, ഞാനൊരു പാവപ്പെട്ടവനാണ്, പണത്തിന് ആവശ്യവുമുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഒരു കൊലപാതകം ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഞാനത് ചെയ്യില്ല. ഭദ്രൻ, എന്റെ തീരുമാനം നടക്കണം. നീ അല്ലെങ്കിൽ മറ്റൊരാളെ ചെയ്യും. പക്ഷെ ഇപ്പോൾ അതറിയാവുന്ന നീ മാത്രമാണ്. മര്യാദയ്ക്ക് ഈ പണം വാങ്ങിക്കുന്നതാണ് നല്ലത്. ഫോണും പൊട്ടിച്ചിട്ടിരിക്കുന്നല്ലോ. ഇനി നമ്മൾ എന്തു ചെയ്യും? ശങ്കരൻ നായരെയും കാണുന്നില്ലല്ലോ. കൊച്ചമ്മ എവിടെയാ പറഞ്ഞേൽപ്പിക്കാ? കൊച്ചമ്മ വരാൻ അല്പം താമസിക്കും. ആരാണ്? എന്ത് വേണം? അത്യാവശ്യമായൊരു കാര്യം കൊച്ചമ്മയോട് പറയാനുണ്ട്. കഥ തുറക്കുമോനെ. അല്ല, വലിയ കൊച്ചമ്മ തന്നെ. തുറക്കുമോനെ. ഓ, ചിറ്റപ്പനാണോ? ചവിട്ടി പൊടിക്കടാ. ഇവിടെ ആരുമില്ലേ?
മോനെ നിനക്ക് എന്ത് പറ്റി മോനെ? അമ്മ എവിടെ? ഞങ്ങളെ കൊല്ലാൻ വരുന്നു. അച്ചോ അച്ചോ, നമ്മുടെ പള്ളിക്കടവിൽ ഒരു സ്ത്രീ വന്ന് അടിഞ്ഞു കിടക്കുന്നു. വെള്ളത്തിൽ വീണതാ, ബോധമില്ല. കണ്ടിട്ട് ഗർഭിണിയാണോ തോന്നുന്നു. എന്തെങ്കിലും അപകടം? മരിച്ചിട്ടില്ല. അവരെ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ ഉടനെ എത്തിക്കൂ. ഞാൻ അവർക്ക് ഫോൺ ചെയ്യാം. ദൈവകാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഞാൻ ആശുപത്രിയിൽ വെച്ച് രാജുമോനെ പ്രസവിച്ചു. നല്ലവനായ ആ അച്ഛന്റെ തണലിൽ 4-5 വർഷം ഞാനും രാജുമോനും കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ ഭാനി, അമ്മയും മോനും കൂടി? മോൻ പഠിച്ച് വലിയ ആളാകുമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയാ. അതെ രാജു, നീ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നാ മതിയോ? വരൂ. ബോർഡിങ്ങിൽ ചേർത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛൻ രാജുമോനെയും കൂട്ടിക്കൊണ്ടുപോയി. അയൽക്കാരിയുടെ മകൾ ജയന്തിമോൾ മാത്രമായിരുന്നു എനിക്കൊരാശ്വാസം. പകൽ മുഴുവൻ ജയന്തിമോളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ ഓഫീസിൽ പോയിരുന്നത്. ഒരു ദിവസം എന്റെ ബാബുമോനെ പറ്റി സംസാരിച്ചു പോകുന്ന 2 പേരെ കാണാനിടയായി. അവൻ ഞങ്ങളുടെ അടുത്ത് വരുമ്പോ 4-5 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നല്ല സ്നേഹമുള്ള കൊച്ചന. അവൻ കുടുംബത്തിൽ പിറന്ന കുട്ടിയാ, കണ്ടാൽ അറിയാം. അവരെന്റെ മോനെ കാണിച്ചു തരാമെന്നേറ്റു. ജയന്തി മോളെയും എടുത്ത് മോനെ കാണാനുള്ള ആർത്തിയോടെ ഞാൻ അവരെ പിന്തുടർന്നു. മനുഷ്യവാസമില്ലാത്ത പല സ്ഥലങ്ങളിലൂടെ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി എത്ര ദൂരം പോണം? എത്ര ദൂരം പോണെന്നോ? എടാ ബാല, അവരെന്റെ കാലന്മാരായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞിരുന്നു. ആ ദുഷ്ടന്മാരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഈ കൊച്ചു കുഞ്ഞിനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? അയ്യോ, ഞാൻ കൊന്നോ? പിന്നെ ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തോ? ഏമാനെ, ഈ സ്ത്രീ കൊച്ചു കുഞ്ഞിനെ കല്ലുകൊണ്ട് അടിച്ചു കൊന്നിരിക്കുന്നു. ഈ വളയും മാലയും ഇവൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഇവളൊരു കള്ളിയാണ്. ഇത് ഇവളുടെ കയ്യിലിരുന്നതാണ്. ഇത് കണ്ടില്ലേ? അയ്യോ, ഞാൻ കള്ളിയല്ല, ഞാൻ മോഷ്ടിച്ചില്ല. ഈ കുട്ടി എവിടെ നേടിയേ? എന്റെ അയൽവക്കത്തുള്ള കുട്ടിയാ, എന്റെ സ്വന്തം മോളെ പോലെ. ഈ ദുഷ്ടന്മാർ അതിനെ കൊന്നതാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പിഞ്ചു കുഞ്ഞിനെ ഞാൻ കൊല്ലുമോ സാറേ? ഞാൻ കൊല്ലുമോ? നിർത്തു, നിനക്ക് പറയാനുള്ളത് സ്റ്റേഷനിൽ പറയാം. എടാ നാണല്ലേ, ആ കൊച്ചിനെ നിൽക്കും, സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് ഇത്രയും കാലം ഞാൻ ഈ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഭവാനി അമ്മയ്ക്ക് ഇന്ന് പോവാം. സുപ്രണ അദ്ദേഹം വരാൻ പറഞ്ഞു. നമസ്കാരമുണ്ട് വക്കീൽ സാറേ. മുട്ട പൊരിക്കുമ്പോ സ്വാമി എത്തുമല്ലോ. അവിടെ ഇരി സ്വാമി, ഞാനിപ്പോ വരാം. ഇന്നലെ വക്കീൽ സാറ് കോടതി തകർത്ത് കളഞ്ഞു.
എന്താണ് സ്വാമി കേസ് ജയിച്ചല്ലോ. ഈ എറണാകുളം പട്ടണത്തിൽ ക്രിമിനൽ കേസിനെ കാളിങ്കൽ കൃഷ്ണക്കുറുപ്പിനെ ജയിക്കാൻ ആരുമില്ലെന്നാണ് വെപ്പ്. നമ്മുടെ കേസോടുകൂടി അത് തകർന്നു. സാറ് നന്നായി വാദിച്ചു, നാം ജയിച്ചു. ആ. എന്താ സ്വാമി ഇത്? തരാനുള്ളത് തന്നു കഴിഞ്ഞല്ലോ, പിന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ, സന്തോഷം കൊണ്ടല്ലേ. ആ സന്തോഷം പ്രകടിപ്പിച്ചില്ലേ, അത് മതി. ഇരിക്കട്ടെ. യുവർ ടു സ്ട്രിക്റ്റ്. എനിക്ക് വളരെ തൃപ്തിയായിട്ടോ. ഞാൻ വരട്ടെ. നല്ല മണം. വക്കീൽ സാർ നല്ലൊരു പാചകക്കാരൻ കൂടിയാണല്ലേ. എന്നാ ഞാൻ വരട്ടെ. ഈ പട്ടരുടെ ഒരു നല്ല മണം ഞാൻ അപ്പോഴേ തീരുമാനിച്ചത്. എന്തിനു പാവപ്പെട്ട സ്വാമി പറയുന്നു? ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും. ആ സാറങ്ങോട്ട് മാറി നിൽക്കണം, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ഓ അങ്ങനെ ആവട്ടെ. കൊള്ളാമല്ലോ, ഇത്ര വേഗം എല്ലാം റെഡിയായല്ലോ. ഈ ഒരു കാര്യം മാത്രം എന്നെ കൊണ്ട് വയ്യ. വയ്യെങ്കിൽ അതിന് വേഗം ഒരു പോംവഴി കണ്ടുപിടിക്കണം. എന്താണ് അതിനൊരു വഴി? അതെ, എന്റെ അച്ഛനോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. അത് വേണോ? മോള് തന്നെ അങ്ങോട്ട് ചോദിച്ചാ പോരെ? അയ്യോ ഞാനില്ല, ചിലപ്പോ നമുക്കെതിരായിട്ട് വിധിച്ചാലോ. അതുകൊണ്ട് വക്കീൽ സാർ തന്നെ പോയി വാദിച്ച് ജയിച്ചു വന്നാൽ മതി. ഓക്കെ ഡൺ. അയ്യോ പലവരും കാണും. ഡെലീഷ്യസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരുന്നാട്ടെ. ഇരിക്കൂ. രാജഗോപാലിന്റെ ജോലി തിരക്കിനിടയിൽ വൈകുന്നേരത്തെ പരിപാടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത്. സ്കൂളിലെ സമ്മാനദാനത്തിന്റെ കാര്യമല്ലേ? അതിനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. വലിയ നേതാക്കന്മാരെയും ഉയർന്ന പദവിയിലുള്ളവരെയും ഒക്കെ നേരിട്ട് വന്ന് ക്ഷണിക്കുന്നതല്ലേ അതിന്റെ മര്യാദ. ഞാൻ എത്ര വലിയവനായാലും ഏത് പദവിയിലിരുന്നാലും അച്ഛന്റെ രാജമോൻ തന്നെയാണ്. എപ്പോഴും ഏത് പ്രവൃത്തിയിലും അച്ഛന് ഞാനൊരു അഭിമാനമായിരിക്കും. എനിക്കറിയാം. ഗോഡ് ബ്ലെസ് യു മൈ സൺ. എന്നെ എന്റെ വീട് വരെ ഒന്നും കൊണ്ട് നാക്കി തന്നൂടെ? അതുവരെ പോവില്ല മൂപ്പിലെ. ഇത്രയും ദൂരം എന്റെ ജീപ്പ് ആയതുകൊണ്ടാ വന്നത്. മെല്ലെ നടന്നു പോയട്ടെ. മടങ്ങുമ്പോ ഞാൻ കൊണ്ടുവെക്കാം. ഓ ഞാനിവിടെ കാണും. ഇവള് പറയുന്നത് കേട്ടാ തോന്നും ഈ ലോകത്ത് ഇവൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും ഇല്ലെന്ന്. തോന്നുമെന്നോ? എനിക്കറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്റെ തല ഞാൻ കൊട്ടയടിക്കാം. എന്നാലേ ആ വണ്ടി ഒന്ന് ഓടിക്കാമോ? ഇതോ? പാടി ഓടിക്കാം. എടി കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. നീ ഒന്ന് ചുമ്മാ ഇരിയടി. ഇത് ഓടിക്കുന്നത് കാളവണ്ടി ഓടിക്കുന്നേക്കാൾ എളുപ്പമാ. ആന്നേ കേറ്. അയ്യോ അയ്യോ അയ്യോ, ഇതെന്താണ് ഇങ്ങനെ ഓടുന്നത്?
എങ്ങോട്ടടി പോകുന്നു? നിൽക്കണോ? ആരാടി വണ്ടി എടുക്കാൻ പറഞ്ഞു? അവന് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ ഓടിച്ചേ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം കൂടി ഇടിച്ച് ചത്തേനെ. ഓടി. നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് വണ്ടി ഓടിച്ചോണ്ട് പോവാൻ? അതെ, നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും ഓടിക്കാമെന്ന്. എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുമെന്നോ? അതെന്തിന്? നിന്റെ പേരെന്താ? സുശീല. കൊള്ളാം. ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? ആ, നിന്റെ വീട് എവിടെയാ? അങ്ങ് അവീടെ എവിടെ? അങ്ങ് പാഞ്ചാലിക്കുപ്പത്താ. ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടിക്കാർക്ക് വിട്ടുവരാം. അയ്യോ വേണ്ട, എന്റെ അച്ഛൻ വഴക്ക് പറയും. നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. വാ. വേണ്ട വേണ്ട, നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും. ജീപ്പിനേക്കാൾ മുമ്പ് നീ എത്തുമോ? ആ അതെങ്ങനെ? നോക്കിക്കോ.